എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 14 ശ്ലോകം 32, 33, 34, 35 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ധ്യാനയോഗത്തിനെ പറ്റിയിട്ട് ഉദ്ധവന് വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കണം ഭഗവാൻ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32. ശ്രീ ഭഗവാൻ ഉവാച സമാസനാസീന സമകായോ യഥാ സുഖം ഹസ്താവുത്സംഗാധായ സ്വനാസാഗ്രകൃതേ ക്ഷണ. ധ്യാനയോഗത്തിന്റെ അംഗങ്ങളായിട്ടുള്ള ആസന പ്രാണായാമങ്ങള് വിവരിക്കുകയാണ്. അധികം ഉയരത്തിലും താഴ്ചയിലുമല്ലാതെ സമമായിരിക്കുന്ന സ്ഥലത്തില് കമ്പിളി മുതലായ ഇരിപ്പിടങ്ങളിൽ വെച്ച് ഇഷ്ടമുള്ള ഒന്നില് ഇരിക്കണം. ഇരിക്കുമ്പോ ശരീരം നിവർന്നിരിക്കണം. ഉള്ളിലേക്കോ പുറത്തേക്കോ വളയാതെ നേരെ നിവർന്നിരിക്കണം. അധിക നേരം ഇരുന്നാലും കാലിന് വേദനയൊന്നും തോന്നാതിരിക്കത്തക്ക വിധം സുഖമായിട്ടിരിക്കണം. പത്മാസനം, സ്വസ്തികാസനം, വീരാസനം ഇങ്ങനെയുള്ള സാധാരണ 108 ആസനങ്ങള് യോഗശാസ്ത്രത്തില് വിവരിച്ചിട്ടുണ്ട്. അതില് ഇഷ്ടമുള്ള ആസനം സ്വീകരിക്കാം. കൈകള് മടിയിൽ ചേർത്ത് വെക്കണം. നാസികയുടെ അഗ്രഭാഗത്തിൽ നേത്രങ്ങളെ ഉറപ്പിക്കണം. മനസ്സിന് ചാഞ്ചല്യം കൂടാതെ ഇരിക്കാൻ മാത്രമാണ് ഈ നാസികയിൽ നോക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നേത്രചലനവും മനസ്സിന്റെ ചലനവും അന്യോന്യം ചേർച്ചയുള്ളതായതുകൊണ്ട് നേത്രത്തെ നിലയ്ക്ക് നിർത്തുന്നത് മനസ്സിന്റെ നിലനിൽപ്പിനുള്ള പൂർവ്വരൂപമാണ്. നേത്രങ്ങളിൽ കൂടി പല വസ്തുക്കളിലേക്കും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിനെ തടുക്കത്തക്ക വിധം ദൃഷ്ടിയെ നിർത്തുന്നത് വളരെ ആവശ്യമാണ് എന്ന് സാരം. പ്രാണസ്യ ശോധയേന്മാർഗം പൂരകുംഭകരേ ജഗൈഹി വിപര്യേണാഭിശനൈ അഭ്യസേൻ നിർജിതേന്ദ്രിയ. അങ്ങനെ ശരിയായി ഇരുന്ന ശേഷം പ്രാണായാമം അഭ്യസിക്കണം. പ്രാണനെ സ്വാധീനപ്പെടുത്താൻ സാധിച്ചാൽ ആ മനസ്സിന്റെ സഞ്ചാരം തീരെ നിന്നുപോകും. അപ്പോ ആത്മാനന്ദം അനുഭവമാകും. പ്രാണൻ സ്വാധീനപ്പെടുമ്പോൾ എല്ലാം സ്വാധീനമാകുന്നു. ക്രിയാശക്തിയുടെ പ്രത്യക്ഷ സ്വരൂപമാണ് പ്രാണൻ. ലോകവ്യാപാരം സമഷ്ടി പ്രാണശക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രകൃതി വ്യാപാരം മുഴുവൻ പ്രാണനിൽ ഒതുങ്ങിയിരിക്കുന്നതിനാൽ സമഷ്ടി പ്രാണൻ തന്നെ ലോകത്തെ വലിച്ചു കൊണ്ടുപോകുന്ന വലിയ ബലമുള്ള ഒരു കയറ്. വൃഷ്ടിപ്രാണനും സമഷ്ടി പ്രാണനും തമ്മിൽ സംബന്ധമുള്ളത് കൊണ്ട് പ്രാണനെ ക്രമേണ സ്വാധീനപ്പെടുത്താനുള്ള അഭ്യാസത്തിന്റെ മർമ്മം അറിയുന്ന ഒരു മഹാന്റെ സഹായത്തോടു കൂടി ശീലിക്കേണ്ടതായ ഈ പ്രവൃത്തിയുടെ ഏകദേശ സ്വഭാവം അല്പം വിസ്തരിക്കുകയാണ്. ഉള്ളിലേക്കും പുറത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഉച്ഛ്വാസ നിശ്വാസ സ്വരൂപം പ്രാണന്റെ വ്യാപാരമാകുന്നു. ഈ ചലനമാണ് വ്യഷ്ടി സമഷ്ടികളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. ഇത് സാധിക്കത്തക്ക വിധം ശ്വാസത്തെ ക്രമപ്പെടുത്താനുള്ള അഭ്യാസമാണ് പ്രാണായാമം. ഇട പിംഗല എന്ന 2 നാഡികളിൽ കൂടി പ്രാണൻ സഞ്ചരിക്കുന്നു. ആ നാഡികളുടെ ചെറുദ്വാരം കഫം കൊണ്ട് മൂടപ്പെട്ടിരിക്കും. അതിനാൽ അവയിലുള്ള കഫം കളഞ്ഞ് ശുദ്ധമാക്കാൻ പൂരകം, കുംഭകം, രേചകം എന്ന 3 വിധം പ്രവൃത്തി ചെയ്യണം. ഇത് 3ഉം പ്രാണായാമത്തിന്റെ അംഗങ്ങളാണ്. പുറത്തുള്ള ശുദ്ധവായുവിനെ നാസികാദ്വാരങ്ങളിൽ കൂടി ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നതിന് പൂരകം എന്നും, അകത്തുള്ള മലിനവായുവിനെ പുറത്തേക്ക് തള്ളിക്കളയുന്നതിന് രേചകം എന്നും, ഉള്ളിൽ തന്നെ ഒതുക്കി നാഡികളുടെ ചെറുദ്വാരങ്ങളിലേക്ക് വായുവിനെ സഞ്ചരിപ്പിക്കുന്ന ബഹുസൂക്ഷ്മമായ വ്യാപാരത്തിന് കുംഭകം എന്നും പേര്. ഈ അഭ്യാസം വളരെ മനസ്സിരുത്തി ചെയ്യേണ്ടതാണ്. ഇതിനൊരുങ്ങിയിരിക്കുന്ന ആൾക്ക് സാധകൻ എന്ന പേര് കൊടുത്തിരിക്കുന്നു. സാധകൻ തന്റെ വലത്തെ പെരുവിരൽ കൊണ്ട് മൂക്കിന്റെ വലത്തെ ദ്വാരം അമർത്തിയ ശേഷം ഇടത്തെ ദ്വാരത്തിൽ കൂടി ശ്വാസത്തെ ഉള്ളിലേക്ക് വലിക്കണം. ആരംഭിക്കുന്ന സമയത്ത് സാധാരണ ഒരാൾക്ക് 4 നിമിഷം സമയം ഉള്ളിലേക്ക് വായുവിനെ പ്രവേശിപ്പിക്കാൻ കഴിയും എന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. ഇത് തന്നെയാണ് പൂരകം. പൂരകത്തിന് സ്വീകരിച്ച സമയത്തിൽ 4 ഇരട്ടി സമയം വായുവിനെ അകത്തു നിർത്തി സഞ്ചരിപ്പിക്കണം. ഇത് തന്നെയാണ് കുംഭകം.
ഉള്ളിൽ നിർത്തിയതിൽ പകുതി സമയം കൊണ്ട് വലത്തെ ദ്വാരത്തിൽ കൂടി വായുവിനെ പുറത്തേക്ക് വിടണം. 4, 16, 8 നിമിഷപ്രകാരം പൂരകം, കുംഭകം, രേചകം എന്നീ പ്രവൃത്തികൾക്ക് സമയം നിശ്ചയിക്കണം. അഭ്യാസത്തിന്റെ ആദ്യകാലത്തിൽ ഈ നിയമത്തെ പ്രായേണ സ്വീകരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയില്ല. അവനവന്റെ ശക്തിയും സുഖവും അനുസരിച്ച് സമയത്തിന്റെ ഏറ്റക്കുറവ് യുക്തം പോലെ ചെയ്യാം. ഇങ്ങനെ 2 ദ്വാരങ്ങളിൽ കൂടിയും ഒരിക്കൽ സാധിച്ചാൽ ഒരു പ്രാണായാമം ആയി. ആദ്യകാലത്തിൽ 3 പ്രാണായാമം ശീലിക്കാം. അങ്ങനെ ഒരു ദിവസം 3 പ്രാവശ്യം, പഴകുന്തോറും ക്രമത്തിൽ വർദ്ധിപ്പിക്കണം. ഒരിക്കൽ 5 പ്രാവശ്യം, പിന്നെ 10 പ്രാവശ്യം. ഇങ്ങനെ കുറെ ദിവസം കൊണ്ട് ശ്വാസഗതികൾ ഏകദേശം ഒരു രീതിയിലായിത്തീരും. അല്പ ദിവസം കഴിയുമ്പോൾ നാഡീദ്വാരങ്ങളിലുള്ള കഫങ്ങളൊക്കെ നീങ്ങി ശുദ്ധമായി ഭവിക്കും. ആത്മപ്രകാശം ഈ നാഡികളിൽ അധികം പ്രതിഫലിച്ചു തുടങ്ങും. ചളിയുള്ള കണ്ണാടിയിൽ സൂര്യപ്രകാശം പ്രതിഫലിക്കാത്തതുപോലെ കഫമുള്ള നാഡികളിൽ ജീവപ്രകാശം നന്നായി സ്ഫുരിക്കില്ല. 48 ദിവസമോ 3 മാസമോ ഈ വിധം അഭ്യസിക്കുന്നത് കൊണ്ട് പ്രായേണ നാഡീമാർഗം ശുദ്ധമാകും. ശ്വാസം സ്വാധീനപ്പെടുമ്പോൾ പ്രാണഗതിക്രമം അധികം സുഖകരമായി വരും. മനസ്സിനെ ചലിപ്പിക്കാതെയും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സമ്മതിക്കാതെയും അടക്കി നിർത്താൻ നന്നായി ശ്രദ്ധിക്കണം. ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തുന്ന ഈ അഭ്യാസത്തിന് പ്രത്യാഹാരം എന്നു പേര്. പ്രത്യാഹാരം നിമിത്തം മനസ്സിന്റെ സ്ഥിരതയും മനസ്ഥിരത നിമിത്തം പ്രത്യാഹാര ശക്തിയും ക്രമത്തിൽ ഒന്നായി വർദ്ധിച്ചു വരും. മെല്ലെ മെല്ലെ അധൈര്യവും അവിശ്വാസവും പരിഭ്രമവും കൂടാതെ സ്ഥിരമായി അഭ്യസിക്കുന്നവർക്ക് കാലതാമസം കൂടാതെ ജയം സിദ്ധിക്കും. പ്രവർത്തിച്ചാൽ മാത്രമല്ലാതെ പ്രാണായാമം, ഇന്ദ്രിയജയം, മനോജയം എന്നിങ്ങനെയുള്ള വാക്കുകൾ വ്യവഹരിക്കുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല. മരുന്നിന്റെ നാമോച്ചാരണം കൊണ്ട് ദീനം മാറില്ലല്ലോ. വൈദ്യം പറയുന്നത് വിശ്വസിച്ച് പഥ്യത്തിലിരുന്ന് ഔഷധം സേവിക്കുന്നവരുടെ ദേഹം നന്നായി ദീനം മാറി വരുന്നത് പോലെ ഈ അഭ്യാസം ശരിയായി നടത്തുന്നവർക്ക് അത് നിമിത്തം ഉണ്ടാകുമെന്ന് പറഞ്ഞ ഫലവും അനുഭവവേദ്യമായി വരും. ഇങ്ങനെ നിരന്തരം അഭ്യസിക്കുന്നവർക്ക് പിന്നെ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഈ അഭ്യാസം തന്നെ ഉണ്ടാക്കി തീർക്കും. സാധകന്റെ ശ്രദ്ധ മാത്രം നിലനിൽക്കണം എന്നും ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നു. ശ്രദ്ധയോടുകൂടി അഭ്യസിക്കുന്നവർക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രം മഹാന്മാരുടെ ആന്തരജ്ഞാനത്തിലും ഉപദേശത്തിലും പ്രാണികളെ അനുഗ്രഹിക്കാനായി അവർ ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള മാർഗം കാണിച്ചു തന്നിരിക്കുന്നു എന്നതിലും വിശ്വാസം ഉണ്ടാകും. യോഗാദികൾ അഭ്യസിക്കാൻ മഹാനായ ഒരു ഗുരുവിനെ സമ്പാദിക്കണം. എന്നാൽ ഗുരുവിനെ സിദ്ധിക്കുന്നതിനുള്ള അവസരം തന്റെ അഭ്യാസ ശ്രദ്ധയെ അവലംബിച്ചിരിക്കുന്നതിനാൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം സഹായമായി വരാൻ വേണ്ടി മാത്രം പ്രാണായാമക്രമം ചുരുക്കമായി മുകളിൽ വിവരിച്ചു എന്ന് മാത്രം. ഇതെല്ലാം പരിശീലനമുള്ള ഒരു യോഗാചാര്യന്റെ ശിക്ഷണത്തില് ചെയ്യേണ്ടവയാണ്. ഹൃദ്യവിച്ഛിന്നമോങ്കാരം ഖണ്ഡാനാദം വിസോർണവത് പ്രാണേനോദീര്യ തത്രാധ പുനഃ സംവേശയേൽ സ്വരം. പ്രാണായാമം സഗർഭം അഗർഭം എന്ന 2 വിധമുണ്ട്. പ്രണവത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാണായാമം ശീലിക്കുന്നത് സഗർഭം, അങ്ങനെ അല്ലാതെ ഉള്ളത് അഗർഭം. സഗർഭ പ്രാണായാമത്തെ ശ്രേഷ്ഠമായിട്ട് മഹാന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ലക്ഷണം പറയണം. മൂലാധാരത്തിൽ നിന്ന് താമരനൂലുപോലെ ബഹുസൂക്ഷ്മമായ മണിനാദം ഇടവിടാതെ ഹൃദയത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാണവായുവിനെ മൂലാധാരത്തിൽ കൂടി മെല്ലെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ഈ നാദത്തെ 12 പര്യന്തം മേൽപോട്ടേക്ക് സഞ്ചരിപ്പിക്കണം. പിന്നെ ആ സ്വരത്തെ ഹൃദയത്തിൽ ലയിപ്പിക്കണം. ഇതുതന്നെ പ്രണവസ്വരം. ആ സ്വരം എപ്പോഴും അവിടെയുള്ളതാകയാൽ അതിനെ അറിയാൻ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിനെ അതിലുറപ്പിക്കുന്നത് മനഃചാഞ്ചല്യം തീർന്ന് സ്ഥിരപ്പെടുന്നതിന് ഉള്ളിലുള്ള ഒരു ലക്ഷ്യമാകയാൽ സഗർഭം എന്ന പ്രാണായാമത്തെ ശ്രേഷ്ഠമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ഈ സമയത്തിൽ മനസ്സ് പുറത്തേക്ക് സഞ്ചരിക്കില്ല. ഈ പ്രണവത്തിന്റെ ഉത്ഭവത്തെയും പ്രവേശത്തെയും ലയത്തെയും സൂക്ഷിച്ചറിയുന്നത് തന്നെ മനസ്സിന്റെ വ്യാപാരമായിരിക്കണം. ഏവം പ്രണവ സംയുക്തം പ്രാണമേവ സമഭ്യസേൽ ദശകൃത്വസ്ത്രിശ്രവണം മാസാദർവാജിതാനില. ഇപ്രകാരം പ്രണവത്തെ ധ്യാനിച്ചുകൊണ്ടുള്ള പ്രാണായാമത്തെ തന്നെ എല്ലാ ദിവസവും 3 സന്ധ്യകളിലും 10 പ്രാവശ്യം 1 മാസം അഭ്യസിക്കുന്നതായാൽ പ്രാണൻ സ്വാധീനമായി വരും. ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഓരോ വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രാണൻ സ്വാധീനപ്പെട്ടാൽ ഇന്ദ്രിയങ്ങൾ
അവന്റെ കീഴിലായി. ഈ അവസ്ഥയില് ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം തന്റെ സമ്മതം പോലെ ആക്കി തീർക്കാൻ കഴിയുന്നത് കൊണ്ട് അവന് ഇന്ദ്രിയ ജയം സിദ്ധമായി. ദിവസം തോറും പ്രാണായാമം ശീലിക്കാൻ നല്ല സമയം താഴെ വിവരിക്കാം. പുലരാൻ ഏകദേശം 5 നാഴികയുള്ളപ്പോൾ ബ്രാഹ്മ മുഹൂർത്തം ആരംഭിക്കുന്നു. ആ സമയത്ത് എഴുന്നേറ്റ് ദേഹശുദ്ധി ചെയ്ത് കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് പ്രാണായാമം അഭ്യസിക്കണം. ഒന്നാമതായി സ്വഗുരുവിനെ മനസാ നമസ്കരിക്കണം. സർവ്വലോകങ്ങളുടെയും ക്ഷേമം ഭക്തിപൂർവം ഭാവിക്കണം. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ശേഷം തന്റെ ദേഹത്തെ തന്നെ പാദം മുതൽ ശിരസ് മുതൽ പാദം വരെയും 3 പ്രാവശ്യം ധ്യാനിക്കണം. പുരുഷാർത്ഥം സാധിക്കാൻ വേണ്ടുവോളം ശക്തിയും സാമർഥ്യവുമുള്ള ശരീരവും സൂക്ഷ്മ വസ്തുവിനെ ഗ്രഹിക്കാൻ അതിശക്തിയുള്ള ബുദ്ധിയും തനിക്കുണ്ടെന്ന് ദൃഢമായി ഭാവിക്കണം. അതിനുശേഷം മുകളിൽ വിവരിച്ചതുപോലെ പ്രാണായാമം 10 പ്രാവശ്യം സാവധാനത്തിൽ ശീലിക്കണം. സമസ്ത ലോകങ്ങളെയും അനുഗ്രഹിച്ച് അജ്ഞാനത്തെ നശിപ്പിച്ച് വിദ്യ കൊടുക്കുന്ന ഭഗവന്മായ സ്വരൂപിണിയായ സരസ്വതി ദേവി സൂക്ഷ്മരൂപേണ ഭൂലോകത്തിൽ സഞ്ചരിക്കുന്നതായ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ചെയ്യുന്ന അഭ്യാസം നല്ല വളമുള്ള കണ്ടത്തിൽ വിതച്ച വിത്ത് പോലെ ക്ഷണത്തിൽ സഫലമായി വരും എന്ന തത്വം അറിഞ്ഞ മഹർഷിമാര് ഈ സമയത്തെ ശ്രേഷ്ഠമായി നിശ്ചയിച്ചിരിക്കുന്നു. രൂപമില്ലാത്ത ബ്രഹ്മത്തെ ധ്യാനിക്കാൻ എളുപ്പമായ മാർഗം പ്രണവധ്യാനം തന്നെ. പ്രണവത്തിന്റെ അവ്യക്ത സ്വരൂപം ഹൃദയത്തിലുള്ള നാദവും സുവ്യക്ത സ്വരൂപം ഓങ്കാരവും ആകുന്നു. അകാരം, ഉകാരം, മകാരം എന്ന 3 മാത്രകളോടുകൂടി ഏകപദമായിരിക്കുന്ന ഓങ്കാരം ശബ്ദബ്രഹ്മത്തിന്റെ അവ്യക്ത സ്വരൂപത്തെയും സൃഷ്ടിസ്ഥിതി സംഹാര സാമർഥ്യത്തെയും പ്രപഞ്ചരൂപമായി പ്രത്യക്ഷപ്പെട്ട നിലയെയും കാണിക്കുന്നതിനുള്ള ഒരു ദിവ്യ പ്രതിബിംബമാകുന്നു. അതുകൊണ്ട് അർത്ഥവിചാരത്തോടുകൂടി പ്രണവത്തെ ധ്യാനിക്കുന്നത് വളരെ ശ്ലാഘ്യം. ഈ വിധം മധ്യാഹ്നത്തിലും സായങ്കാലത്തിലും ശീലിക്കണം. ഇങ്ങനെ ക്രമേണ ശീലിക്കുന്നവർക്ക് ശ്രദ്ധ അനുസരിച്ച് ക്ഷണത്തിലോ ക്രമം കൊണ്ടോ ശ്വാസജയം സിദ്ധിക്കും. എല്ലാ ജയത്തിന്റെയും അടിസ്ഥാനം ഈ ജയം ആകുന്നു. സൽഗുരുവിന്റെ ആജ്ഞാനുസരണം ശീലിക്കുന്നവർക്ക് ഫലം സിദ്ധിക്കാതിരിക്കില്ല. ആചാര്യവാൻ പുരുഷോ വേദ, ആചാര്യനുള്ള പുരുഷന് ആത്മസ്വരൂപം അറിയാൻ കഴിയും എന്നാണ് ശ്രുതി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.